ഹായ് എവരിവൺ, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഓരോരോ രാജ്യത്തെ പറ്റിയുള്ള വിദേശ വിദ്യാഭ്യാസത്തെ, ആ രാജ്യത്തുള്ള സാധ്യതകൾ, ആ രാജ്യത്തുള്ള PR, അതുപോലെ തന്നെ PR കിട്ടാൻ എളുപ്പമുള്ള രാജ്യങ്ങൾ, ഓരോ രാജ്യങ്ങളിൽ ഓരോ വർഷം വരുന്ന നിയമ മാറ്റങ്ങള്, വിദേശ വിദ്യാഭ്യാസത്തിനും എമിഗ്രേഷൻ നിയമങ്ങളും വ്യത്യാസം വരുന്നതിനും ഓരോ രാജ്യത്തേക്ക് വരുന്ന പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികളെ പറ്റിയാണ് നമ്മൾ ഈ ചാനലിൽ കൂടുതലായിട്ട് വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെ പറ്റിയൊക്കെ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയെ പറ്റിയാണ്. എന്തുകൊണ്ട് ഒരാൾ ഓസ്ട്രേലിയയിൽ പോയി പഠിക്കണം? അതായത് ഓസ്ട്രേലിയക്ക് 40 ലക്ഷം രൂപ മുടക്കി ഒരു മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ 60 ലക്ഷം രൂപ മുടക്കി ഒരു നേഴ്സിംഗോ, എന്തിന് ഇത്രയും പൈസ മുടക്കി ഒരു സ്റ്റുഡന്റ് ഓസ്ട്രേലിയക്ക് പോകണം? അതിനുള്ള കുറച്ച് കാരണങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ പറയുന്ന മെയിൻ കാര്യങ്ങൾ ഈ ഓസ്ട്രേലിയയുടെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്താ പറയാ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഓരോരോ കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്താണ് പറയുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയെ പറ്റി അറിയാം. നമുക്കൊരു ഓസ്ട്രേലിയ എന്താ പറയാ, ഒരു കോണ്ടിനെന്റ് ആണ്. അതിൽ വളരെയധികം സ്ഥലങ്ങൾ ഇപ്പോഴും മനുഷ്യവാസം ആകാത്ത സ്ഥലങ്ങൾ വരെ ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് എന്താ പറയാ, ജോബ് റേറ്റ് അവിടെ കൂടുതലാണ് വളരെയധികം. അതായത് അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വളരെ കുറവാണ്. അതായത് തൊഴിലേക്കെതിരെ എന്ന് വെച്ചാൽ ഒരു 3.5% ആൾക്കാരൊക്കെയാണ് ഓസ്ട്രേലിയയിൽ തൊഴിലേക്കായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ ഏകദേശം ഒരു 95% ആൾക്കാരും വർക്കിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് ഓസ്ട്രേലിയയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലിയുടെ ലഭ്യത നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഓസ്ട്രേലിയയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സിനുള്ള ഓരോ ട്രേഡുകൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ അത് കൂടുതലാണ്. അത് കൂടാണ്ട് തന്നെ ഓസ്ട്രേലിയ നമ്മൾ സ്റ്റുഡന്റ് ആയിട്ട് നോക്കുന്ന രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സ്റ്റുഡന്റ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് എവിടെ എന്ത് പൈസ കുറച്ച് കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ ആ രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഓസ്ട്രേലിയക്ക് പോകുമ്പോൾ സ്കോളർഷിപ്പ് നമുക്ക് 40% 50% ഒക്കെ വരെ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് ഇടുന്നുണ്ട്. ഈ സ്കോളർഷിപ്പ് ഇട്ട് നമുക്ക് വെറുതെ അല്ല, സ്കോളർഷിപ്പ് നമുക്ക് ഡിപ്പെൻസ് ഓൺ നമ്മുടെ അക്കാഡമിക്സ്, നമ്മുടെ IELTSന്റെ സ്കോർ, അതുകൂടാണ്ട് നമ്മുടെ മാർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയേക്കുന്നത്, ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നത്. അല്ലാണ്ട് നമുക്ക് വേറൊരു രീതിയിലും സ്കോളർഷിപ്പുകൾ ഓസ്ട്രേലിയ നിലവിൽ അവൈലബിൾ അല്ല. കാരണം സ്കോളർഷിപ്പുകളെല്ലാം കിട്ടുന്ന ഈ ഒരു രീതിയിൽ തന്നെയാണ് സ്കോളർഷിപ്പ് നമുക്ക് ഓസ്ട്രേലിയ കിട്ടുന്നത്. കൂടാതെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഓസ്ട്രേലിയ പേ റേറ്റുകളാണ്. ഇപ്പൊ നമ്മൾ കാനഡനെ വെച്ച് നോക്കിയാലും UK വെച്ച് നോക്കിയാലും ഓസ്ട്രേലിയയിലാണ് പേ റേറ്റ് കൂടുതൽ. എല്ലാ ജോലികൾക്കും സാലറി കൂടുതൽ പെർ അവർ ഓസ്ട്രേലിയ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പേ റേറ്റ്. ഹൈ വേജസ് ആണ് ഓസ്ട്രേലിയ ഉള്ളത്. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും നോക്കി കാണുന്ന ഒരു സംഭവമാണ് PR. ഒരു രാജ്യത്ത് നിന്ന് നമ്മൾ പഠിക്കുന്നു, അവിടെ സെറ്റിൽ ആകുക, അവിടെ ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇത്രയും പൈസകൾ മുടക്കി മറ്റൊരു രാജ്യത്തേക്ക് വിദേശ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ പോകുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ അവിടെ ചെന്ന് ഓസ്ട്രേലിയയിലെ ഒരു കേസ് എന്ന് വെച്ചാൽ ഇപ്പൊ 2023-24 സമയമായപ്പോഴത്തേക്കും ഓസ്ട്രേലിയയില് ഒരു വർഷം 2 ലക്ഷം പേർക്ക് PR കൊടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കണക്കുകൾ മാറി. അതായത് കോവിഡിന് മുമ്പ് അത് ഒരു വർഷം 1,60,000 പേർക്കാണ് PR കൊടുത്തോണ്ടിരുന്നത് ഏകദേശം. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കണക്കുകളിലോ കാര്യങ്ങളിലോ എന്തെങ്കിലും വ്യത്യാസമോ കാര്യങ്ങളോ നിങ്ങൾക്ക് കൂടുതൽ അറിവുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അത് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. ഞാൻ എന്റെ എന്താ പറയുക, ഗൂഗിളിൽ നിന്നും ഇന്റർനെറ്റിൽ നിന്നും ഒക്കെ കണക്ട് ചെയ്യുന്ന ഡേറ്റകൾ വെച്ചാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ എന്റെ പേഴ്സണൽ അറിവുകൾ ഓസ്ട്രേലിയ സ്റ്റുഡൻസ് ആയിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻസും നമ്മുടെ കൺസൾട്ടൻസി ഓസ്ട്രേലിയ പോയ സ്റ്റുഡൻസും നമ്മൾ വിടുന്ന സ്റ്റുഡൻസ് വെച്ചിട്ട് നമ്മുടെ അറിവുകളും കാര്യങ്ങളും വെച്ചാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ എന്താ പറയുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റുകളിലൂടെ അറിയിക്കും. ഞാൻ ആ കമന്റ് പിൻ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ നമുക്കെന്ന് വെച്ചാൽ ഈ ഒരു PR ആയിട്ട് കൂടിയതുകൊണ്ട് PR കൊടുക്കുന്ന ആൾക്കാർ എണ്ണം കൂടിയുണ്ട്. അപ്പൊ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് 2024 സമയത്ത് PR കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടിയിരിക്കുകയാണ്. അത് കൂടാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡന്റ് ആയിട്ട് പോകുമ്പോൾ നെക്സ്റ്റ് കൺസേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് കോഴ്സ് പീരീഡ് കഴിഞ്ഞ് നമുക്കുള്ള സ്റ്റേ ബാക്ക് ആണ്. അപ്പോൾ യൂഷ്വലി എല്ലായിടത്തും എന്താ പറയുക, ഓസ്ട്രേലിയ ന്യൂസിലൊക്കെ മാസ്റ്റേഴ്സ് കോഴ്സുകൾ 2 വർഷവും ബാച്ചിലേഴ്സ് കോഴ്സുകൾ 3 വർഷമാണ്. നേഴ്സിംഗ് ആണെങ്കിൽ മറ്റുള്ള മാസ്റ്റേഴ്സ് കോഴ്സുകളെല്ലാം 3 വർഷവും 2 വർഷമാണ് കോഴ്സുകൾ വരുന്നത്. അപ്പൊ നമുക്ക് ഓസ്ട്രേലിയയിൽ എന്താ പറയാ, ഈ ഒരു കോഴ്സുകൾക്ക് സ്റ്റേ ബാക്ക് ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നത്, അതായത് കണ്ടീഷൻ സപ്ലൈ ആണ്. 2 വർഷം കൊണ്ട് സ്റ്റേ ബാക്ക് 2 വർഷമുള്ള സ്റ്റേ ബാക്ക് ഇപ്പൊ 4 വർഷമായിട്ട് മാറിയിട്ടുണ്ട് ബാച്ചിലേഴ്സിന്. അത് കൂടാണ്ട് തന്നെ മാസ്റ്റേഴ്സിന് 3 വർഷം എന്നുള്ള സ്റ്റേ ബാക്ക് 5 വർഷമായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ടു ബി ഫ്രാങ്ക്, നമ്മൾ ഓസ്ട്രേലിയക്ക് ഒരു മാസ്റ്റേഴ്സ് കോഴ്സ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ 7 വർഷം നമുക്ക് നിൽക്കാൻ പറ്റും. അതായത് 5 വർഷം സ്റ്റേ ബാക്കും 2 വർഷത്തെ കോഴ്സും. അപ്പൊ IELTSും കാര്യങ്ങളും നമ്മുടെ ഫണ്ടിങ്ങും ലോണും പേപ്പർ ടോക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു മാസ്റ്റേഴ്സ് കോഴ്സ് ആണെങ്കിൽ 7 വർഷം. അത് നമുക്ക് 2 രീതിയിലാണ് ഗുണങ്ങൾ. ഒന്ന്, നമുക്ക് അത്രയും നാൾ അവിടെ നിൽക്കാൻ, മലയത്തെ കൾച്ചർ പഠിക്കാം, സാലറി പഠിക്കാം, നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പീരിയൻസ് എല്ലാം ഗെയിൻ ചെയ്ത് ബെറ്റർ ജോബിലേക്ക് എത്താം. അത് കൂടാണ്ട് തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് PR പോയിന്റ്സ് കളക്ട് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. റീജിയണൽ ഏരിയയിലേക്ക് മാറി താമസിച്ച് കൂടുതൽ PR പോയിന്റ്സ് കിട്ടാൻ. PR പോയിന്റ്സിനെ പറ്റി ഒരു വീഡിയോ നമ്മൾ ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ അടുത്തായിട്ട്. ഇന്നിപ്പോ നമ്മൾ ജസ്റ്റ് ഓസ്ട്രേലിയയിൽ എന്തുകൊണ്ട് നമ്മൾ പോകണം, ഓസ്ട്രേലിയ ബെനിഫിറ്റ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്.
അത് കൂടാണ്ട് എന്താണെന്ന് വെച്ചാൽ കോവിഡിന്റെ സമയത്ത് നമുക്ക് ഓസ്ട്രേലിയ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഓസ്ട്രേലിയ നോക്കുന്ന ഒരാളെ നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും. അൺലിമിറ്റഡ് വർക്കിംഗ് അവേഴ്സ് ആയിരുന്നു കോവിഡ് ടൈമിൽ. അതിന് ശേഷം അതിപ്പോ മാറ്റിയിട്ടുണ്ട്. 2023 അത് മാറ്റി. ഇപ്പൊ എന്താ പറയുക, ഹെൽത്ത് കെയർ സെക്ടറിൽ മാത്രമുള്ള സ്റ്റുഡൻസിന് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാം. അത് കൂടാണ്ടുള്ളവർക്ക് 24 അവേഴ്സ് ലിമിറ്റ് ആയിട്ട് ഇതാക്കാം. ഈ നിയമങ്ങളുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്ന 2024 എന്തെങ്കിലും വ്യത്യാസം ആയാലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റിൽ അറിയിക്കണം. അത് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും. 24 മണിക്കൂർ സ്റ്റുഡൻസിന് കൊടുക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് രാജ്യങ്ങളൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല. നമുക്ക് ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങളൊക്കെയാണ് 30 അവേഴ്സ് മാസ്റ്റേഴ്സ് സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയ തന്നെയാണ് 24 മണിക്കൂർ കിട്ടുന്നത്. അത്യാവശ്യം ഹൈ പേജ് ആണ്. ഒരു 4 നൈറ്റ് വരുമ്പോഴത്തേക്കും 48 അവേഴ്സ് വരും. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള പേ സ്റ്റുഡൻസിന് കിട്ടും. അതെപ്പോഴും നമുക്ക് എന്താ പറയുക, സ്റ്റുഡന്റ് ലൈഫിൽ നല്ല ജോലിയും കാര്യങ്ങളും സാലറി ഉള്ളപ്പോൾ അത്രയും നമുക്ക് സ്ട്രഗിൾ കുറഞ്ഞിരിക്കും. നിങ്ങൾ ഫണ്ടഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രഗിളും കാര്യങ്ങളും ബാധിക്കുന്നില്ല. നിങ്ങൾ പൈസ ആയിട്ടാണ് പോകുന്നത്, അപ്പൊ നിങ്ങൾക്ക് അത് പ്രശ്നമായില്ല. ഞാൻ പറഞ്ഞ നോർമൽ സ്ട്രെച്ച് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഒരവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അതുകൂടാണ്ട് പിന്നെ എന്താ പറയാ, ഓസ്ട്രേലിയയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് മോസ്റ്റ് ലിവബിൾ സിറ്റീസ് ആയിട്ടുള്ള ഇൻഡെക്സിലുള്ള ഒരു സിറ്റിയാണ് എന്താ പറയുക നമ്മുടെ മെൽബൺ ഒക്കെ. ഇതുപോലുള്ള സിറ്റീസും കാര്യങ്ങളൊക്കെ ഓസ്ട്രേലിയ ഉള്ളത്. അപ്പോൾ ഓസ്ട്രേലിയ സേഫ്റ്റിയുടെ കാര്യത്തിലും കൾച്ചറിന്റെ കാര്യത്തിലും ജോബ് സെക്യൂരിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും PR കാര്യത്തിലാണെങ്കിലും എല്ലാ രീതിയിലും ഓവറോൾ നമുക്ക് എന്താ പറയാ ഒരു 8.59 റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന കൺട്രിയാണ്. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ ഓസ്ട്രേലിയക്കുള്ള നിങ്ങളുടെ അഡ്മിഷനോ അതോ നിങ്ങളുടെ PR വർക്കോ അങ്ങനെ എന്തെങ്കിലും ഓസ്ട്രേലിയയിലേക്കുള്ള നിങ്ങൾക്ക് ഓസ്ട്രേലിയ ബെനിഫിറ്റ് അഡ്മിഷൻസോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം. പിന്നീട് നമുക്ക് കാര്യം വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ട് സ്റ്റുഡൻസിന്റെ ആപ്ലിക്കേഷൻ അഡ്മിഷൻ തൊട്ട് GT ക്രൈറ്റീരിയ എല്ലാ കാര്യങ്ങളായിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത്. ഇടക്കാലത്ത് ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് ഓസ്ട്രേലിയ നിങ്ങൾക്ക് അക്കോമഡേഷൻ അത് മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. വേറെ നമ്മളത് നമ്മുടെ സ്റ്റുഡൻസിനെ നമുക്ക് ടേക്ക് കെയർ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ നിങ്ങളിപ്പോൾ വൺസ് നമ്മൾ ത്രൂ ആണ് അഡ്മിഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക. എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ആ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഓസ്ട്രേലിയയിൽ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഞാനും എൻ്റെ ടീമും നിങ്ങളോടൊപ്പം നിങ്ങളുടെ അഡ്മിഷൻ ആപ്ലിക്കേഷൻ ടൈം മൊത്തം ഉണ്ടാവും. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.